നമസ്കാരം. വ്യൂപോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ മണ്ണിനെ സ്നേഹിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആരും തന്നെ ലജ്ജ കൊണ്ട് ശിരസ് കുനിക്കേണ്ട ഒരു സമയമാണ്, ഒരു സാഹചര്യമാണ്. അത്തരം കാഴ്ചകളാണ് നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മാതൃകയാക്കേണ്ട നമ്മുടെ എം പിമാർ അപക്വമായ ചില പെരുമാറ്റങ്ങൾ കൊണ്ട് അംഗനവാടിയിലെ കുട്ടികളെ പോലെ പരസ്പരം തല്ലുകൂടുന്ന നാണം കെട്ട കാഴ്ച, ആ കാഴ്ച നിങ്ങൾക്കൊന്ന് കാണാം. राहुल गांधी ने राहुल गांधी ने राहुल गांधी ने धक्का मारा राहुल गांधी धक्का मारा राहुल गांधी ने राहुल गांधी ने राहुल गांधी ने धक्का मारा राहुल गांधी। देखिए हाँ किया है मगर ठीक है कोई मतलब धक्का मुक्की से हमें कुछ होता नहीं है. Amid protests over Ambedkar row in parliament, BJP MP from Odisha's Balasore, Pratap Sarangi, on Wednesday sustained injuries after being allegedly pushed by the leader of opposition, Rahul Gandhi. On being asked about the incident, BJP MP Pratap Chandra Sarangi said, Rahul Gandhi pushed an MP who fell on me, after which I fell down. I was standing near the stairs when Rahul Gandhi came and pushed an MP who then fell on me. राहुल गांधी एक एमपी को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया. किसने धक्का मारा? राहुल गांधी ने. हाँ, राहुल गांधी ने. राहुल गांधी ने धक्का मारा. राहुल गांधी. कौन सी जगह पे सर? सर किस जगह पे? सर किस जगह पे? सीढ़ी के ऊपर में मैं खड़ा हुआ था और राहुल गांधी ने आकर के एक एमपी को धक्का लगाया, वो मेरे ऊपर गिर पड़ा और मैं. कहाँ चोट लगी सर आपको? कहाँ चोट लगी सर? एक बार दिखा दीजिए. Upon interrogating Rahul Gandhi, he denied the allegations. അതുപോലെ തന്നെയാണ് 2013 ക്രിമിനൽ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ആ വിധി വന്ന ഉടൻ തന്നെ അയോഗ്യമാക്കപ്പെടും എന്നുള്ള ആ സുപ്രീം കോടതി വിധി വന്ന ഉടനെ തന്നെ UPA സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നു അതിനെ മറികടക്കുവാൻ വേണ്ടി. കോൺഗ്രസിൻ്റെ രാജ്യത്തുള്ള പാർട്ടി വക്താവ് അത് പത്രപ്രവർത്തകരോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കടന്നു വരികയും ആ ബില്ല് പരസ്യമായി വലിച്ചു കീറുകയും തൻ്റെ പക്വതയില്ലായ്മ ആളെ വെളിവാക്കുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. To drive home his point, he then charged Mayawati and Mulayam Singh Yadav with not honouring commitments made in the past. इलेक्शन के पहले आते कहते भैया फायदे की लिस्ट है मेरे पास, ये पढ़ता हूं, बिजली दे दूंगा, पानी दे दूंगा, रोजगार दे दूंगा, अगर रोजगार नहीं दे पाऊंगा तो बेरोजगारी भत्ता दे दूंगा. लिस्ट वही लिस्ट जेल से निकलती है, वही लिस्ट हर 22 साल चलती है. लिस्ट फायदों की लिस्ट ये लो. आई समझ में बात. ഒറീസയിലെ ബാലസോർ MP ആയിട്ടുള്ള പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന വയോധികനായ പാർലമെന്റ് MP-യെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് MP-യുമായിട്ടുള്ള രാഹുൽ ഗാന്ധി മർദ്ദിച്ചു, ഒരു സൈഡിലേക്ക് തള്ളി മറിച്ചിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്ന നാണം കെട്ട കാഴ്ച പാർലമെന്റിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ഭാരതീയൻ ലജ്ജിക്കേണ്ട കാഴ്ചയാണ് ഇത്. അതുമാത്രമല്ല, നമുക്കൊക്കെ മാതൃകയാകേണ്ട ആളാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അപക്വമായ, അദ്ദേഹത്തിൻ്റെ പക്വതയില്ലാത്ത പെരുമാറ്റത്തിലൂടെ എക്കാലവും നമ്മുടെ നെറ്റി ചുളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 2013 സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്, ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന MP-മാർക്ക് ആ വിധി വന്ന ഉടൻ തന്നെ അയോഗ്യത കൽപ്പിക്കപ്പെടും എന്നുള്ള ഒരു വിധി വരികയുണ്ടായി. അതിനുശേഷം അതിനെ മറികടക്കുവാൻ വേണ്ടി അന്നത്തെ UPA സർക്കാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കും, പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് അത് പ്രസ് ക്ലബിലിരുന്ന് അതിൻ്റെ പത്രപ്രവർത്തകരോട് വിശദീകരിക്കുന്ന സമയത്ത് വളരെ ധിക്കാരത്തോടുകൂടി അന്നത്തെ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള രാഹുൽ ഗാന്ധി കടന്നു വരികയും ആ ബില്ല് ആളുകളുടെ മുമ്പിൽ നിന്ന് വലിച്ചു കീറി തൻ്റെ ധാർഷ്ട്യം പൊതുസമൂഹത്തോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാലത്തും തന്നെ ഇത്തരം ഒരു ധിക്കാരം നിറഞ്ഞ നടപടികളിലൂടെ രാജ്യത്തെ ലജ്ജിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ.
കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം പേറുന്ന പട്ടേലിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പാരമ്പര്യം പേർന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരുന്നുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്യുന്നത് നമ്മെ ആകെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ്. ഇദ്ദേഹം BJP അവരുടെ കാര്യാലയത്തിന് മുമ്പിൽ ഈ രാഹുൽ ഗാന്ധി ഈ ഭവനത്തിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കേണ്ട തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഈ പാർട്ടിയെ, ഈ മുന്നണിയെ, ഈ പ്രതിപക്ഷ നേതൃനിരയെ നയിക്കുന്നിടത്തോളം കാലം BJPക്ക് അവരുടെ ഭരണത്തിന് അനുസ്യൂതം തുടരാം എന്നത് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.